വാ ചേച്ചി വാ ഇതാ. അച്ചാച്ചൻ ഈ അടുത്തൊന്നും പോണ്ട കേട്ടാ. അച്ചാച്ചൻ എന്നാണ്ട് ഒരു ഗുണമില്ല. ഇനി പോകുന്നില്ലപ്പാ, അവരെയും കാണണ്ട മോളെ. ഇനി ഇപ്പൊ ഒന്നും പോവില്ല കേട്ടാ. എന്നാ ഇത് അകത്തോണ്ടിട്ട് അമ്മേന്റെ അടുത്ത് കൊടുക്ക്, എന്നിട്ട് അമ്മയോട് വാങ്ങിച്ച് കഴിച്ചോ. ചെല്ലേ. നിങ്ങളെടിയുള്ളേ? നിങ്ങൾ അച്ഛനതാ വന്നിട്ട്? നിങ്ങളല്ലേ പറഞ്ഞ ഒരാഴ്ച നിൽക്കൂന്ന്? ആ വന്നിട്ടാ? ആ വരുന്നുണ്ടേ ബാബ. അച്ഛൻ വന്നിട്ട് കുറെ നേരയാ? ഇല്ല മോൻ ഇപ്പം വന്നിട്ടില്ലോടാ. അതെയാ? ഇതെന്നാ കുറച്ച് ദിവസം അധികം അവിടെ നിന്നനി? ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം മാത്രം അവിടെ നിന്നാ മതി. സാരമില്ലപ്പ, അവര് വിടണ്ടേ. അവര് വിടണ്ടേ. അതെയാ? ഒക്കെ എങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പൊ? കുഴപ്പമൊന്നുമില്ല. അതെയാ? ചായ കുടിച്ചിട്ടില്ല? ഇല്ല, ഞാൻ വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ. മോളെന്തോ തിരക്കിലാന്ന് തോന്നുന്നു. ഇവിടെ തിരക്ക്. അല്ല വിജി, അച്ഛൻ വന്നിട്ട് ഇത്ര നേരായില്ലേ? ഒരു ചായ വെച്ചു. ചായ വെക്ക്. എന്നോട് വെറുതെ പറയിക്കണ്ട. നിങ്ങളല്ലേ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ? ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലപ്പോ അച്ഛനും കൂടെ വന്നൂടാ? ഞാൻ മക്കളടുത്തല്ലേ, മക്കള് നിങ്ങളെപ്പോലെ ഞല്ലേ, അവർക്ക് നോക്കിക്കൂടാ? എനിക്കിപ്പോ എന്നാ ഇവിടെ പ്രശ്നമോ? വിജയേ, വിജയേ, നീങ്ങ വാ, നീങ്ങ വാ. നിന്റെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് ഈ ബാഗില്. ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. അച്ഛൻ മുണ്ടാണ്ടിക്ക്, അച്ഛൻ മുണ്ടാണ്ടിക്ക്. കുറെ നാളായി ഞാൻ സഹിക്കുന്നേ. നീ അപ്പുറത്ത് ഇപ്പുറത്തെ എല്ലാ വീട്ടിലും പോയിട്ട് പറഞ്ഞ് ഞാൻ അധികം ഒച്ചയിടുന്നില്ല. നാലാളെ അറിയിക്കണ്ടെന്ന് വെച്ചിട്ടാ നീ പോകുന്നതും വരുന്നത്. അച്ഛൻ ഒന്ന് മുണ്ടാണ്ടിക്ക്, ഞാൻ പറയുന്നേക്ക്. ഇവര് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുള്ളതേ അച്ഛന് ഇവർക്ക് ഒരു ബാധ്യതയാണ്. ഇവിടെ എന്നാ ഇവർക്ക് പണി, മലമറിക്കുന്ന പണി എന്തെങ്കിലും. പിന്നെ രോഗം എല്ലാവർക്കും വരും. അച്ഛന്റെ പ്രായമാകുന്നവർക്ക് ചിലപ്പോൾ നിനക്കും അനക്കും രോഗം വരും. അച്ഛൻ നല്ല കഴിയുന്ന പ്രായത്തില് എന്നെ എങ്ങനെ നോക്കി എനിക്കറിയാം. ഇപ്പൊ ഓർക്കുന്ന അസുഖം നിനക്കും അറിയാം, എനക്കും അറിയാം. മനസ്സിലായില്ലേ? മിണ്ടാണ്ട് എന്നെ കൊണ്ട് അധികം ദേഷ്യം പിടിപ്പിക്കണ്ട. നിനക്ക് അച്ഛനെ മനസ്സിലാക്കിയിട്ട് അന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇതെടുത്താത്തോണ്ടൊക്കെ അത്തോണ്ടൊക്കെ മനസ്സിലാക്കി നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നീ ഇറങ്ങിക്കോണം. ഒച്ചപ്പാടാക്കണം മോളെ. മോളെ അപ്പുറം ഇത്രയെല്ലാം പോയിട്ട് എന്നെ കൊണ്ട് പലതും പറയുന്ന ഇവൻ പറയും. ഒന്നും എനക്കൊരു വിഷയമില്ല കാര്യമല്ല. മോക്ക് അന്ന മോളെ അച്ഛനെ കാണുന്നത് കാണാൻ പറ്റിച്ചെങ്കിൽ ഞാൻ എന്റെ മക്കളെ പോലെ തന്നെയാണ് എന്റെ മോളെ കണ്ടിട്ടുണ്ട്. നീ എന്റെ മോളെ തന്നെയാണ്. എനക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഞാൻ വേണം എന്താ ചെയ്യാ? പോവാൻ സ്ഥലമില്ലായിട്ടല്ലല്ലോ. ചെറുപ്പം മൂലേ എന്റെ വഴിയിൽ കിടന്നു വന്ന രണ്ട് കുഞ്ഞുമക്കളുടെ ഇവരെന്താണ്, അവരെ കാണാനെടുക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ഞാൻ പോയാലും എത്രേ പോകുന്നു നിങ്ങൾക്ക് പറഞ്ഞൂടെ? എന്തേലും എന്റെ വാക്ക് തെറ്റുന്ന എന്റെ മോൾ ക്ഷമിക്കും. അല്ലാണ്ട് ഇപ്പൊ ഞാനൊന്നാ പറയാം. തെറ്റ് മുഴുവൻ എന്റെ ഭാഗത്ത്. ഞാൻ ചായ എടുക്കാം. കടുപ്പതിയും കൂട്ടണ്ട കേട്ടാ. അച്ഛൻ അങ്ങനെ ഇഷ്ടോ? മതിയാണ് അധികം കളിയാക്കാൻ. ഓരോരുത്തർക്ക് ഓരോരുത്തർ പ്രശ്നങ്ങൾ ഉണ്ടാവും.